വീടിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അടുത്തിടെ കണ്ട 2-3 വീടുകളിൽ കണ്ട വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് വീടിൻ്റെ ഒത്ത മുൻപിൽ അല്ലെങ്കിൽ മുറ്റത്തിൻ്റെ ഒത്ത നടുവിൽ നിൽക്കുന്ന ഒരു വലിയ മരമാണ്. എലിവേഷൻ്റെ ആ ഒരു ഭംഗിയെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ആരായാലും ഒന്ന് മുറിച്ചു മാറ്റി കളയാമെന്ന് വിചാരിക്കുന്ന സ്ഥാനത്ത് നിൽക്കുന്ന മരം. അതേത് മരമാണെന്നുള്ളതിനല്ല പ്രസക്തി. ആ മരത്തെ വെട്ടി മാറ്റാതെ ആ പ്ലോട്ടിൽ വീട് വയ്ക്കാനുള്ള ഒരു മനസ്സ് കാണിച്ച വീട്ടുകാരുടെ വലിയ മനസ്സിനാണ് നമ്മൾ നന്ദി പറയേണ്ടത്. കാര്യം നമ്മുടെ പ്ലോട്ട് എത്ര ചെറുതോ വലുതോ ആയിക്കോട്ടെ, അവിടെ നിൽക്കുന്ന ഒരു മരത്തെയോ ഒരുപാട് മരങ്ങളെയോ മുറിപ്പെടുത്താതെ അവിടെ ഒരു വീട് വയ്ക്കാൻ സാധിച്ചാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലുള്ള കുഞ്ഞിപ്പ എന്നറിയപ്പെടുന്ന ശ്രീ അബ്ദുൾ ഗഫൂറിൻ്റെയും സജ്നയുടെയും കല്ലുവെട്ടി എന്ന വീട്. കോഴിക്കോട് ബേസ്ഡ് നുഫൈൽ മുനീർ അസോസിയേറ്റ്സിലെ മുനീർ ഡിസൈൻ ചെയ്ത ഈ വീട് കാണാം ഇന്ന്. തികച്ചും മോഡേൺ ആയിട്ടുള്ള ഒരു എലിവേഷനാണ് ഈ വീടിൻ്റേത്. എന്നാൽ കാലാവസ്ഥയ്ക്കും ഈ വീട് നിൽക്കുന്ന ഒരു ടെറൈനും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ സ്ലോ പ്രൂഫായി തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൽ ഓട് പാകിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ കളർ സ്കീം എന്ന് പറയുന്നത് ഒരു ഓഫ് വൈറ്റിനോടൊപ്പം ഒരു ഡീപ്പായിട്ടുള്ള ഒരു ചാര നിറം ചേരുന്ന ആ ഒരു കോൺട്രാസ്റ്റ് ആണ്. ഈ ചാര നിറം കൊണ്ടുവന്നിരിക്കുന്നത് പല ഫിനിഷസിലൂടെയാണ്. ഓടിന് കൊടുത്തിരിക്കുന്നത് ആ ഒരു കളറാണ്. അതുകൂടാതെ നാച്ചുറൽ സ്റ്റോൺ ഉപയോഗിച്ചിട്ടുള്ള ക്ലാഡിങ്ങും ചെയ്തിരിക്കുന്നു. ജനാലകളുടെ സൺഷെയ്ഡിന് കൊടുത്തിരിക്കുന്ന ഒരു വുഡൻ ബ്രാക്കറ്റ്, അതുപോലെ പെയിൻറ്റ് ഫിനിഷിൽ വന്നിട്ടുള്ള ഗ്രൂവ്സ്, ഇതൊക്കെയാണ് ഒരു എംബലിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അലങ്കാരം എന്നുള്ള രീതിയിൽ എലിവേഷനിൽ വന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ ഉള്ളിലുള്ള സ്പേസിൻ്റെ ഒരു സ്വാഭാവിക പ്രതിഫലനം തന്നെയാണ് ഈ വീടിൻ്റെ എലിവേഷൻ. കാർ പോർച്ച് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് തന്നെ നിൽക്കുന്നു. അതുകൂടാതെ മുകളിൽ കൊടുത്തിട്ടുള്ള ഒരു ഹാഫ് സ്ലോപ്പാണ് ഈ വീടിൻ്റെ എലിവേഷനെ ഏറെ എക്സ്ക്ലൂസീവ് ആക്കുന്നത്. ഒരേക്കറിന് മുകളിൽ വരുന്ന വളരെ വലിയൊരു പുരയിടത്തിലാണ് ഈ വീട് നിൽക്കുന്നത്. ഏകദേശം 6000 സ്ക്വയർ ഫീറ്റ് ഓളം ഏരിയ ഉള്ള ഒരു വലിയ വീടാണിത്. ഇത്ര ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ബാക്ക് യാർഡും അതുപോലെ നല്ല ഫ്രണ്ട് ഏരിയയും ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് വീടിൻ്റെ പൊസിഷനിങ് വന്നിരിക്കുന്നത്. അതിൽ മുന്നിലുള്ള സ്പേസിനെ മുഴുവനായും തന്നെ ലാൻഡ്സ്കേപ്പിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഗേറ്റ് തുറന്ന് പോർച്ച് വരെയുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ നടക്കാനൊക്കെ ഉള്ള ഒരു എൻറ്റയർ വാക്ക് വേ ആൻഡ് ഡ്രൈവ് വേ എന്ന് പറയുന്നത് പേവിംഗ് ബ്ലോക്സ് യൂസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഇരുവശത്തും ലോൺ പിടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന മരങ്ങളെല്ലാം തെങ്ങായാലും കവുങ്ങായാലും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മരങ്ങളെ ഒന്നും നോവിക്കാതെയാണ് വീട് പണിതിരിക്കുന്നത്. കൂടാതെ ഒരു മോഡേൺ വീടിന് ചേരുന്ന രീതിയിലുള്ള ഫോക്സ് ടെയിൽ പാം പോലത്തെ പുതിയ അഡീഷൻസും ലാൻഡ്സ്കേപ്പിങ്ങിൽ കൊണ്ടുവന്നിരിക്കുന്നു. പേവിംഗ് ബ്ലോക്സ് ഇട്ട ഡ്രൈവ് വേയിലൂടെ വന്ന് വീടിൻ്റെ സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള ഈ ഒരു കാർ പോർച്ചിൽ ഒരു വണ്ടി പാർക്ക് ചെയ്യാം. അതുകൂടാതെ ഇവിടെ ഔട്ട് ഹൗസിൻ്റെ ഭാഗമായിട്ടൊരു ഗരാജ് ഉണ്ട്. അവിടെ 3-4 വണ്ടികൾക്കൊക്കെ പാർക്ക് ചെയ്യാവുന്ന സൗകര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. കാർ പോർച്ചിൽ നിന്ന് നമ്മൾ നേരെ എൻ്റർ ആവുന്നത് ഇരുവശങ്ങളിലേക്കും എക്സ്റ്റെൻഡ് ആവുന്ന ഒരു സിറ്റ് ഔട്ടിലേക്കാണ്.
കുറച്ച് സ്കാറ്റേഡ് ആയിട്ടൊക്കെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കൊടുത്തിരിക്കുന്ന കാര്യം നല്ല വലുപ്പമുള്ളതുകൊണ്ട്. 2 എൻട്രി ഉണ്ട്, കാർ പോർച്ചിൽ നിന്നും എൻട്രി ഉണ്ട്, അതുപോലെ ഈ ഒരു സൈഡിൽ നിന്നും സിറ്റ് ഔട്ടിലേക്കുള്ള എൻട്രി ഉണ്ട്. ഇവിടെ തന്നെ ഒരു ചെറിയ ഷൂ റാക്ക് അറേഞ്ച്മെൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനപ്പുറം നമ്മൾ ലാൻഡ്സ്കേപ്പിൽ കാണാത്ത ഒരു ചെറിയ ഫ്ലോറൽ എലമെൻറ്റ് ആന്തോറിയം ഒക്കെ വെച്ച് പിടിപ്പിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു. അപ്പോൾ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഫീല് പുറകു ഭാഗത്തു നിന്നും കിട്ടും. ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്ഥലത്തിൻ്റെ ജിയോഗ്രഫിക്കൽ ഘടന അനുസരിച്ചിട്ടാണ്. സാധാരണ വീട് ഡിസൈൻ ചെയ്യുന്നതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീടിന് ചുറ്റുഭാഗത്തും മലകളും പിൻവാശത്ത് ചാലിയാർ പുഴയുമാണ് ഉള്ളത്. വീട് മറ്റുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ സ്ഥലത്ത്, ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഈ സ്ഥലത്ത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇരുപാളികളുള്ള തടിയിൽ ചെയ്ത ഒരു ഡോറാണ്. അത് തുറന്ന് നമ്മൾ വരുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ്. ഇവിടെ തന്നെ ഫോൾ സീലിങ്ങിലൊക്കെ നല്ല എംബലിഷ്മെൻറ്റ്സ് അല്ലെങ്കിൽ അലങ്കാരങ്ങൾ തുടങ്ങുകയായി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ലൈറ്റ് ഫിക്സ്ചേഴ്സും അതുപോലെ ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് സാധ്യമാകുന്ന രീതിയിൽ വെനീർ ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുള്ള കട്ടൗട്ട് ആയിട്ടുള്ള സ്പേസസും അങ്ങനെ ഭംഗിയായി തന്നെ ഫോയർ തന്നെ ചെയ്തിരിക്കുന്നു. വലത് ഭാഗത്തേക്ക് ഫോമൽ ലിവിങ് ഏരിയ. ഏറെ പ്രൈവസി ലഭിക്കുന്ന രീതിയിലാണ് ഫോമൽ ലിവിങ് ഏരിയ സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരു സെപ്പറേറ്റ് റൂമായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. അതുപോലെ ലെവലാണെങ്കിലും ഒന്ന് എലിവേറ്റഡായി, അതായത് നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്നതിൽ നിന്ന് ഒരു പടി കയറി എത്തുന്ന രീതിയിലാണ് ഈ സ്പേസ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഫിക്സ്ചേഴ്സ്, ലൈറ്റ് ഫിക്സ്ചേഴ്സ് ആണെങ്കിലും ഫേർണിച്ചർ ആണെങ്കിലും ഒക്കെ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒറിജിനൽ ലെതറിൽ ചെയ്തെടുത്ത സോഫയാണ് കൊടുത്തിരിക്കുന്നത്. അത് ചുറ്റും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ശരിക്കും നമുക്ക് ജനാലകളിലേക്കൊരു ആക്സസ് ഇല്ല. വിൻഡോസിൽ യൂസ് ചെയ്തിട്ടുള്ള ബ്ലൈൻഡ്സ് എല്ലാം റിമോട്ട് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലും, അതായത് മാനുവലായിട്ട് അങ്ങനെ ചെയ്യാം. അതുപോലെ മോട്ടോർ സെൻസിങ് ആയിട്ടും കൂടിയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈവൻ ലൈറ്റ്സിൻ്റെ സ്വിച്ചസ് പോലും ടച്ച് സെൻസിങ് ആയിട്ട് ചെയ്തിരിക്കുന്നു. വുഡൻ ഫ്ലോറിങ്ങും ചെയ്ത് ഭംഗിയായി ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഫോമൽ ലിവിങ് ഏരിയയുടെ ആ ഒരു ലെവൽ, അതായത് കയറി വരുമ്പോൾ ഉള്ളതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ഉയർന്ന് തന്നെയാണ് വീടിൻ്റെ മറ്റ് സ്പേസസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളൊരു ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഇറ്റാലിയൻ മാർബിൾ ഫ്ലോറിങ്, അതിൻ്റെ ആ ഒരു ഭംഗി ശരിക്കും ദൃശ്യമാകുന്നത് ഇവിടെയാണ്. വളരെ വിശാലമായിട്ടുള്ളൊരു ഹാളാണ്. അതിൻ്റെ ഒരു ഭാഗം ഒരു ചെറിയ സെപ്പറേഷനോട് കൂടി ഒരു ഫാമിലി ലിവിങ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുത്തിരിക്കുന്നു. നമ്മൾ അവിടെ കണ്ടതുപോലെ തന്നെ ലെതർ ഫിനിഷിലുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലായിടത്തും ഇത്തരത്തിൽ കൺവേർട്ടബിൾ ആയിട്ടുള്ള മൂവബിൾ ആയിട്ടുള്ള ടീപ്പോയ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. വെനീർ ഫിനിഷും വൈറ്റും കൂടി ചേർന്ന് വരുന്ന ആ ഒരു കോൺട്രാസ്റ്റിലുള്ള ഫോൾ സീലിംഗ് ആണ് എല്ലായിടത്തും സീലിങ്ങിൽ വന്നിരിക്കുന്നത്. ഈ ഒരു അപ്പർ ലിവിങ്ങിൻ്റെ കോർണറിൽ നിന്ന് അതാ ഇവിടെ ഒരു ബെഡ്റൂമിലേക്കുള്ള എൻട്രി ഉണ്ട്. ഈ ഒരു സ്പേസിനെയും ഒരു ചെറിയ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ കൊടുത്ത്, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്ത് പ്രയോജനപ്രദമാക്കിയിരിക്കുന്നു. ഇവിടെ കാണുന്ന ഈ ഒരു വാൾ ഡിസൈൻ എന്ന് പറയുന്നത് വെറുതെ ഒരു ഡിസൈൻ അല്ല, ഇത് ഫോമൽ ലിവിങ് ഏരിയയിലേക്കുള്ള കണക്ഷൻ വാളാണ്. അപ്പോൾ ചെറിയൊരു ട്രാൻസ്പെറൻസി കൊടുക്കുന്നതിലൂടെ വേണമെങ്കിൽ ഗസ്റ്റിനെയൊക്കെ ഒന്ന് കാണാമെന്നുള്ള രീതിയിലുള്ള ഒരു സജ്ജീകരണം കൂടിയായി മാറുന്നു ഇത് ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമാണിത്. ഓട്ടോമാറ്റിക് ലോക്കിംഗ് മെക്കാനിസം ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡോറിന്. ഒരു മാസ്റ്റർ ബെഡ്റൂമിനെ മറ്റ് ബെഡ്റൂംസിൽ നിന്ന് വേറിട്ട് നിർത്താനും അതുപോലെ അതിനൊരു ലക്ഷറി ഫീല് കൊടുക്കാനും ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഫ്ലോറിംഗ് വുഡൻ ആക്കുക എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെയും പരീക്ഷിച്ചിരിക്കുന്നത് ആൻഡ് വെരി സക്സസ്ഫുൾ. അതുകൂടാതെ ഇവിടെ ഇൻറ്റീരിയറിന് ഫോളോ ചെയ്തിരിക്കുന്ന ഒരു തീം എന്ന് പറയുന്നത് ആംഗുലർ പ്രൊജക്ഷൻസ് ആണ്. അതായത് കോട്ടിൻ്റെ ഹെഡ് സൈഡിൽ നോക്കിയാലും ഫോൾ സീലിങ്ങിൽ നോക്കിയാലും ടി വിയുടെ ഒരു പാനലിംഗ് നോക്കിയാലും ഒക്കെ ആംഗുലറായ പ്രൊജക്ഷൻസ് കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ ആ തരത്തിലാണ് ഒരു ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. പക്ഷേ മാസ്റ്റർ ബെഡ്റൂമിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് അകത്തെ കാഴ്ചയല്ല, പുറത്തേക്കുള്ള കാഴ്ചയാണ്. അതായത് ഇവിടെ ഈ
വാളിൽ കൊടുത്തിട്ടുള്ള ജനാല, അതായത് സ്റ്റെപ്പ് ഔട്ട് ചെയ്യാവുന്ന ഒരു ഡോർ എന്നുള്ള രീതിയിലും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറകിലൂടെ ഒഴുകുന്ന ചാലിയാർ പുഴയിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അതിൻ്റെ ആ ഒരു മനോഹാരിത ഇവിടെ കിടന്നുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആസ്വദിക്കാമെന്നുള്ളതാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പൊസിഷനിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം. വാർഡ്രോബ് ആൻഡ് ഡ്രസ്സിംഗ് റൂം ഒരു സെപ്പറേറ്റ് റൂമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. വളരെ വിശാലമായിട്ടുള്ള ഒരു ബാത്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ളത്. എല്ലാ ഫങ്ഷണാലിറ്റീസിനും അതിൻ്റേതായ ഒരു സ്പേസ് കാവ് ഔട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഈ വശത്തായിട്ടാണ് വാഷ് കൗണ്ടർ സൗകര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതെങ്കിൽ ബേദിങ് സൗകര്യം ഇവിടെ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത് തന്നെ ജക്കൂസി സെപ്പറേറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ വെറ്റ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാനുള്ള മറ്റൊരു ഏരിയയും കൊടുത്തിട്ടുണ്ട്. കാര്യം പർഗോളാസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത്ര ട്രാൻസ്പെറൻ്റ് അല്ലാത്ത തരം പോളികാർബണേറ്റ് ഷീറ്റ് മുകളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൺട്രോൾഡ് ആയിട്ട് സൂര്യപ്രകാശം ബാത്റൂമിനുള്ളിലേക്ക് കടന്നു വരും. ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് എത്തുമ്പോൾ ആ ഒരു വാക്ക് വേയിൽ ഇടത് ഭാഗത്തായിട്ടാണ് ഇത് അടുക്കള. ഡോർ സെപ്പറേഷൻ ഇല്ലാതെ കൊടുത്തിരിക്കുന്ന ഒരു വളരെ വലിയ റെക്റ്റാങ്കുലർ അടുക്കളയാണ് ഈ വീട്ടിലത്തേത്. ഒരു ഐലൻഡ് കിച്ചൺ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. കാര്യം നല്ല നീളമുള്ളത് കൊണ്ട് അതിൻ്റെ ഏതാണ്ട് ഒരു സെൻട്രൽ പോർഷനിലായിട്ടാണ് സ്റ്റൗ കൊടുത്തിരിക്കുന്നത്, ഹുഡും ഹോബും കൊടുത്തിരിക്കുന്നത്. ഒരു വൈറ്റാണ് ഇവിടുത്തെ ഒരു സെൻട്രൽ തീം എന്ന് പറയുന്നത്. ഒരു ചെറിയ കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മൾ എക്സ്റ്റീരിയർ കണ്ടതുപോലെ ഒരു ഗ്രേ എലമെൻറ്റ് സ്റ്റോറേജിലെ ഷട്ടേഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൗണ്ടറിൻ്റെ മറുഭാഗത്തായിട്ടാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അറേഞ്ച്മെൻറ്റും അതുപോലെ TV യൂണിറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മൂവ് അറൗണ്ട് ചെയ്യാൻ നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. അതുപോലെ വീടിൻ്റെ മുന്നിലേക്ക് തുറക്കുന്ന രീതിയിൽ ജനാലയുമുണ്ട്. ഇപ്പോൾ വെൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഫോൾ സീലിംഗ് അടക്കം എല്ലാ എസ്തെറ്റിക് കാര്യങ്ങളും വളരെ സൗന്ദര്യാത്മകമായി തന്നെ ട്രീറ്റ് ചെയ്യപ്പെട്ട നല്ലൊരു അടുക്കള. ഇത് കൂടാതെ ഒരു വർക്കിംഗ് കിച്ചൺ, സ്റ്റോർ റൂം തുടങ്ങിയ സന്നാഹ സൗകര്യങ്ങളൊക്കെ തൊട്ടപ്പുറത്തുണ്ട്. അടുക്കളയിൽ നിന്ന് നമ്മൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നത് അതിവിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു 4 കുട്ടികളൊക്കെ ഉള്ളൊരു കുടുംബമാണ് ഇവിടുത്തേത്. അപ്പോൾ ഒരു വലിയ ഡൈനിങ് അറേഞ്ച്മെൻറ്റ് തന്നെ, അതായത് ഒരു 10 സീറ്റർ ഡൈനിങ് അറേഞ്ച്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ്, സ്റ്റീൽ ആൻഡ് വുഡ് എന്നുള്ള ആ ഒരു കോമ്പിനേഷനിൽ. ഇവിടെ നിന്ന് ഇതാ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. പുറത്തിറങ്ങി തന്നെ കാണാം. ശാന്തമായി അങ്ങനെ ഒഴുകുന്ന ചാലിയാർ പുഴയുടെ അതിമനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഡൈനിങ് ഏരിയയിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് കുറേ മരങ്ങളും ചെടികളും തിക്കി നിറക്കുന്നതിന് പകരം മാക്സിമം പ്ലോട്ടിലുള്ള മരങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള ലാൻഡ്സ്കേപ്പാണ് ചെയ്തിട്ടുള്ളത്. നാച്ചുറലായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് തീമാണ് ലാൻഡ്സ്കേപ്പിന് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു ഹട്ടും അതേപോലെ തന്നെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ എല്ലാം ഒരു നാച്ചുറൽ ഫീലിംഗ് വരുന്ന രീതിയിലാണ്. ആർട്ടിഫിഷ്യലായിട്ടുള്ള കൂടുതൽ സംഭവങ്ങളൊന്നും ലാൻഡ്സ്കേപ്പിൽ യൂസ് ചെയ്തിട്ടില്ല. മെജോറിറ്റി നാച്ചുറൽ പ്ലാന്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലപോലെ മണ്ണിട്ട് പൊക്കിയ ശേഷമാണ് ഈ പ്ലോട്ടിൽ ഈ വീട് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വെറുതെ ഒരു റിവർ ഫ്രണ്ടായിട്ട് വീട് വയ്ക്കുന്നതിനേക്കാൾ ഇത്രയും എലിവേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലോട്ടിൽ വീട് വയ്ക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് ശരിക്കും അതിമനോഹരമാണ്. വാക്കുകൾ കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ. ശരിക്കും നല്ലൊരു മഴക്കാലത്ത് ഇതൊന്നും അല്ല വെള്ളത്തിൻ്റെ ലെവൽ. കുറച്ചുകൂടി വെള്ളം അങ്ങ് പൊങ്ങിക്കഴിഞ്ഞാൽ ഇതിലും ഭംഗിയായിരിക്കും കാണാൻ പുഴ. ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പുഴ മാത്രമല്ല, പക്ഷികൾ, ആളുകൾ, തോണികൾ, സൂര്യാസ്തമയം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഇതൊക്കെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ ലാൻഡ്സ്കേപ്പ് ഈ വീടിനോടും ചേർന്ന് ബാക്ക് യാർഡിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ മുന്നിൽ കണ്ടതുപോലെ തന്നെ ഭംഗിയായിട്ട്
പുറകിലും ചെയ്തിരിക്കുന്നു. ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ പല വിധത്തിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. ഇതൊന്നും കൂടാതെ ഇതിലും ഹൈറ്റിൽ ഒരു ഏറുമാടവും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെ 2 എൻട്രി ഡോറുകളുണ്ട്. ഇതൊരു ഗസ്റ്റ് ടോയ്ലറ്റ് ആണ്. ഇവിടെ ഒരു ബെഡ്റൂം. വുഡിൽ സ്റ്റീൽ ഡീറ്റെയിലിംഗ് കൊടുത്താണ് ഇവിടുത്തെ ഡോർസ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കസ്റ്റം മെയ്ഡായ കോട്ടും അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ പോകുന്ന ഫോൾ സീലിംഗ് വർക്കും തന്നെയാണ് ഇവിടുത്തെ ഒരു മെയിൻ ഇൻറ്റീരിയർ എലിമെൻ്റ് എന്ന് പറയുന്നത്. ബ്ലൈൻഡ്സിൻ്റെ കളർ ടോണും കോട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള ഫേർണിഷിങ്സിൻ്റെ കളർ ടോണും ഒക്കെ ആയിട്ട് മാച്ച് ചെയ്തൊരു ചെറിയ കളർ എലിമെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നു. അതുപോലെ ഈ സൈഡിലെ ഈ ഒരു ജനാലയുടെ ബ്ലൈൻഡ്സ് ഒന്ന് പൊക്കിക്കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് പുറകിലുള്ള ആ ഒരു പുഴയിലേക്ക്. അത് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഒരു ചെറിയ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കൊടുത്തിരിക്കുന്നത്. ഇൻറ്റീരിയർ ഡിസൈനിൽ നമുക്ക് കണ്ടംപററി പാറ്റേണിലുള്ള ഡിസൈനാണ്. വെനീറും തടിയും എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് ഇൻറ്റീരിയറിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് എവിടെ ഇരുന്നാലും, ഒരു കോട്ടിലിരുന്നാലും, ഒരു കോട്ടിൽ കിടന്നാലും, അതല്ല ഒരു സോഫയിലിരുന്നാലും എല്ലാം നമുക്ക് റിവർ വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് എന്നാൽ സ്റ്റെയർ കേസിന് താഴെ ടഗ്ഡ് ഇൻ ആയിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 പേർക്ക് ഒരേ സമയം ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള സൗകര്യമാണ് കൊടുത്തിരിക്കുന്നത്. സോളിഡ് വുഡ് ആൻഡ് വൈറ്റ് ആ ഒരു കോമ്പിനേഷനിൽ ചെയ്തെടുത്ത സ്റ്റെയർ കേസാണ് ഇവിടുത്തേത്. രണ്ടാമത്തെ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസിലേക്ക് എത്തുമ്പോൾ ഉള്ളൊരു വലിയ ചുവരിനെ വെറുതെ ഇടാതെ ഒന്ന് ഒരു നിഷ് സ്പേസസ് കൊടുത്ത് ഭംഗിയായിട്ട് സ്പോട്ട്സ് ഒക്കെ കൊടുത്ത് ക്യൂരിയോസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. കിഡ്സ് ബെഡ്റൂമാണിത്. പക്ഷേ യൂഷ്വലി നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു വർണ്ണപ്പകിട്ടൊന്നും കൊടുത്തിട്ടില്ല. ചെറിയ ചില ഡിസൈൻ വേരിയേഷൻസ് മാത്രം. അത് ബ്ലൈൻഡിലും അതുപോലെ കോട്ടിൻ്റെ ഹെഡ് സൈഡിൽ കൊടുത്തിട്ടുള്ള ഒരു വാൾപേപ്പറിലും അതിലൂടെയാണ് ഇഫക്റ്റ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂമും ഡ്രസ്സിംഗ് ഏരിയയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതാണ് ഹൈലൈറ്റ്. വീടിൻ്റെ പുറകിൽ ഒഴുകുന്ന ചാലിയാർ പുഴയുടെ ആ ഭംഗി മുഴുവൻ ശരിക്കും ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ഇതാണ്. സാധാരണ രീതിയിൽ ചെയ്യുമ്പോൾ വീടിൻ്റെ മുൻവശം മാത്രം ശ്രദ്ധിക്കുകയും പിൻവശം വളരെ ശ്രദ്ധിക്കാത്ത രീതിയിലാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ വ്യത്യസ്തമാണ്. ഇതിന് വീടിൻ്റെ മുൻവശവും പിൻവശവും നമുക്ക് ഒരുപോലെ ഡിസൈൻ ചെയ്യേണ്ടി വന്നിരിക്കുന്നുണ്ട്. വീടിൻ്റെ പിൻവശത്ത് മാക്സിമം ഓപ്പണിംഗ് ആണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. മാക്സിമം നാച്ചുറലായിട്ടുള്ള വ്യൂസ് മൊത്തം കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ രണ്ടാമതൊരു ബെഡ്റൂം കൂടിയുണ്ട്. ഏറെ വിശാലമായിട്ടുള്ള ഒരു അപ്പർ ഫാമിലി ലിവിംഗ് തന്നെയാണ്
ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. സീലിംഗ് ഇതൊരു സ്ലോ പ്രൂഫ് വീടായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാഭാവിക റിഫ്ലക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ചേരുന്ന രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗിനേക്കാൾ ഉപരിയായിട്ട് ഒരു പാനൽ വർക്ക് പോലെയാണ് ചെയ്തിരിക്കുന്നത്. അതിലൂടെയൊക്കെ ഇൻഡയറക്റ്റ് ലൈറ്റിങ്ങും ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലായിടത്തും കണ്ടതുപോലെ തന്നെ ലെതർ ഫിനിഷുള്ള സോഫ സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു TV അറേഞ്ച്മെൻറ്റും കൊടുത്തിരിക്കുന്നു. എല്ലായിടത്തും ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് തന്നെ ചെയ്തിരിക്കുന്നു. ശരിക്കും ഈ ഒരു സ്പേസിൽ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ള എല്ലാ മറ്റ് സ്പേസസ്, അത് ബാൽക്കണി ആയാലും ബെഡ്റൂം ആയാലും ഒക്കെയുള്ള എക്സിറ്റ് ഡോർസ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂംസും തന്നെ പുഴയെ ഫേസിങ് ആയതുകൊണ്ട് അത് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കംഫർട്ടബിൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എല്ലാ ബെഡ്റൂംസിലും കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുപോലെ ഇമ്പോർട്ടൻറ്റ് ലൈറ്റ് ഫിക്സ്ചേഴ്സും സീലിംഗ് ലൈറ്റ്സും ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ഒരു മൂഡ് സൃഷ്ടിക്കുന്ന ബെഡ്റൂം. എന്നും ചാലിയാർ പുഴ കണ്ടുണരാനും ഉറങ്ങാനും ഭാഗ്യം കിട്ടുന്ന 6 പേരാണിത് അപ്പം നമ്മുടെ കൂടെ ഉള്ളത്. വീട്ടിലേക്ക് സ്വാഗതം. ഈ ഒരു പ്ലോട്ടിലേക്ക് വരാനുള്ള കാരണം ചാലിയാർ പുഴ തന്നെയാണോ? തീർച്ചയായിട്ടും. സുഹൃത്ത് മൻസൂർ എന്ന് പറഞ്ഞ ആളാണ് ഇതിന്റെ സ്ഥലമെടുത്ത് തന്നത്. എനിക്ക് ആദ്യത്തെ താല്പര്യമില്ലായിരുന്നു. ഇതിങ്ങനെ നിരത്തി കണ്ടു നോക്കുമ്പോൾ പിന്നെ എനിക്ക് പിന്നെയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞത്. അപ്പൊ പിന്നെ പെട്ടെന്ന് നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞു. തുടങ്ങിയത് അവൻ തന്നെയാണ്. ഡിസൈനറിനോട് സംസാരിച്ചപ്പോൾ, മുനീറിനോട് പറഞ്ഞപ്പോൾ എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് പറഞ്ഞത്? 5 ബെഡ്റൂം വേണമെന്ന് പറഞ്ഞിരുന്നു, പിന്നെ പ്രയർ റൂം വേണമെന്ന് പറഞ്ഞിരുന്നു. എല്ലാം പോയിന്റ് ഫേസ് ആക്കിയിട്ട് വേണം, ബെഡ്റൂംസ് ഒക്കെ ഇങ്ങോട്ട് ഇതാക്കിയിട്ട് വേണം എന്ന് പറഞ്ഞു. എന്തെങ്കിലും വെല്ലുവിളി നേരിട്ടോ പുഴയോട് ചേർന്ന ഒരു വീട് വെച്ചപ്പോ? ഒത്തിരി താന്നിട്ടായിരുന്നത്. ഒത്തിരി മണ്ണടിച്ചു, കല്ലടിച്ചു, അങ്ങനെ ഒത്തിരി പൊന്തിച്ചിട്ടാണത് ഇപ്പോഴത്തെ രീതിയിലേക്ക് ആക്കിയത്. അടുക്കളയുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യേക സൗകര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെട്ടിരുന്നു? സ്പേസ് വേണമെന്ന് പറഞ്ഞിരുന്നു, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. മനസ്സിൽ ആഗ്രഹിച്ച പോലെ തന്നെയാണ് എല്ലാം ചെയ്തു തന്നത്. വീട്ടിലെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ചോദിച്ചാൽ ഏതായിരിക്കും? സാറിന് ഏതായിരിക്കും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഒന്നും ഇഷ്ടപ്പെടാത്തതില്ല. അത് തന്നെയാണ് വീടാണ് ഇഷ്ടപ്പെട്ട സ്ഥലം. വീട് നിങ്ങളുടെ മനസ്സിൽ ഒരു തൃപ്തിയുടെ ലെവൽ വെച്ചിട്ട് നോക്കുമ്പോൾ 10-ൽ എത്ര മാർക്കാണ് വീടിന് കൊടുക്കാവുന്നത്? മാർക്ക് 10-ന് 10ന്റെ മേലെ പിന്നെ ഇല്ലല്ലോ. മേലുണ്ടെങ്കിൽ എത്രയും കൊടുക്കാം. 10-ൽ 10 കൊടുക്കും. മോൻ എന്താ ഡിഫറൻസ് തോന്നുന്നത്? നിലമ്പൂർ താമസിച്ചിരുന്ന വീടും ഇവിടുത്തെ വീടുമായിട്ട് എന്താ വ്യത്യാസം? നിലമ്പൂർ താമസിച്ച വീട് പറഞ്ഞാൽ അതൊരു ടൗൺ ബേസ്ഡ് ആണ്. അവിടെ ആകുമ്പം പഠിക്കാനും ഇറങ്ങി നടക്കുമ്പോഴൊക്കെ ഒരു സുഖം കിട്ടൂല. ഈ കാറ്റ് അങ്ങനത്തെ ഒന്നും വലിയ സുഖം കിട്ടൂല. പക്ഷെ ഇവിടെ ആകുമ്പം ഫുൾ പീസാണ്. ഇപ്പം തന്നെ കളിക്കാനും ഭയങ്കര സ്പേഷ്യസ് ആണ്. ഇത്രയും നല്ലൊരു പ്ലോട്ടിലൊരു വീട് സ്വന്തമായതിന് അഭിനന്ദനങ്ങൾ. എല്ലാ ഈശ്വരാനുഗ്രഹവും ആശംസിക്കുന്നു. മലപ്പുറം ജില്ലയുടെ ജീവനാഡിയായ ചാലിയാർ പുഴയുടെ എല്ലാ ചടുലതയും ആവാഹിച്ചെടുക്കുന്നു എന്നത് തന്നെയാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് വീടിൻ്റെ ഇൻറ്റീരിയറിൽ നിന്ന് ബാൽക്കണികളിലൂടെ ആണെങ്കിലും അതല്ല എക്സ്റ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറുമാടം പോലെയുള്ള സന്നാഹങ്ങളിലൂടെ ആണെങ്കിലും. ഇനി പുഴയോടും പ്രകൃതിയോടും ഇത്രയും അടുത്ത് നിൽക്കുന്ന വീടിൻ്റെ ഉള്ളിലേക്ക് വന്നാലോ എല്ലാ മോഡേൺ സൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന എന്നാൽ മോഡേണായി ചിന്തിക്കുന്ന ഒരു കുടുംബത്തിൻ്റെതാണ് ഈ വീട് എന്ന് വിളിച്ചു പറയുന്നു കല്ലുവെട്ടി ഹൗസ്. വീടിൻ്റെ ഈ എപ്പിസോഡ് പൂർണ്ണമാകുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ വീടുകൾക്ക് ചിലവായത് ലക്ഷങ്ങളോ കോടികളോ എന്നുള്ളതല്ല ഈ പരിപാടിയിലൂടെ വീട് കാണിക്കുന്നതിനുള്ള മാനദണ്ഡം. നിങ്ങളുടെ വീടിന് എന്തെങ്കിലും വ്യത്യസ്തത അവകാശപ്പെടാനുണ്ടെങ്കിൽ തീർച്ചയായും ചിത്രങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. എഴുതേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, വീട്, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. ഇമെയിൽ ID veed@mmtv.in. വെബ്സൈറ്റ് അഡ്രസ് manoramanews.com. ഇപ്പോൾ യൂട്യൂബിലൂടെ വീടിൻ്റെ മുൻ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഓൺലൈനായി കാണാം. ചാനൽ അഡ്രസ് youtube.com/manoramanews. വീണ്ടും പുതിയൊരു അധ്യായവുമായി പുതിയൊരു വീടുമായി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.